നമസ്കാരം. ഇന്നൊരു ആഹാര പദാർത്ഥത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ബ്രെഡ് കഷ്ണങ്ങൾക്കിടയിൽ വേവിച്ച ഇറച്ചിയും പച്ചക്കറികളും വെച്ച് ആഹാരം, ലഘുഭക്ഷണം, സാൻഡ്വിച്ച്, അതാണ് ഇന്ന് ഏറെ ജനപ്രിയമായ ഭക്ഷണപദാർത്ഥം. ഇതിൻ്റെ ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 1700 വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാർ സാൻഡ്വിച്ചിനോട് സാമ്യമുള്ള ഒരു ഭക്ഷണസാധനം ഉപയോഗിച്ചിരുന്നു. ഓഫ്യൂല എന്നാണ് അതിൻ്റെ പേർ. എന്നാൽ സാൻഡ്വിച്ചിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് 1750കളിലാണ്. സാൻഡ്വിച്ചിന് ആ പേര് ലഭിക്കുന്നതും ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ മോൺടാഗ് എന്ന പ്രഭുവാണ് ഇത്തരമൊരു ഭക്ഷണസാധനം കണ്ടെത്തിയത്. ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. അയാൾ അഴിമതിക്കാരനും ചൂതാട്ടക്കാരനുമായിരുന്ന പ്രഭു ആയിരുന്നു. മുഴുവൻ സമയവും നീളുന്ന തൻ്റെ ചൂതുകളിക്കിടെ ഭക്ഷണത്തിനായി സമയം കളയാൻ അയാൾ തയ്യാറായില്ല. അതിനാൽ 2 കഷ്ണം റൊട്ടിക്കിടയിൽ പാകം ചെയ്ത ഇറച്ചി വെച്ച് തനിക്ക് നൽകാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ ചുമതലപ്പെടുത്തി. വൈകാതെ ഈ വിഭവം ഇംഗ്ലണ്ടിലേറെ ജനപ്രീതി നേടി. ഇതോടെ ഇതിന് സാൻഡ്വിച്ച് എന്ന പേര് ലഭിച്ചു. സാൻഡ്വിച്ച് പ്രഭുവിനെ ആദരിക്കാനാണ് ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഹവായ് ദ്വീപുകൾക്ക് സാൻഡ്വിച്ച് ദ്വീപുകൾ എന്ന പേരു നൽകിയത്. 1762 എഡ്വാർഡ് ഗിബ്ലൻ എഴുതിയ ഒരു ലേഖനത്തിലാണ് സാൻഡ്വിച്ചിനെ കുറിച്ചുള്ള ആദ്യത്തെ രേഖപ്പെടുത്തലുള്ളത്. സാൻഡ്വിച്ച് എന്ന പേരിൽ തന്നെയാണ് ഗിബ്ബൺ ഈ വിഭവത്തെ പരാമർശിച്ചത്. ഇന്ന് എല്ലാ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കുമെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണമായ സാൻഡ്വിച്ചിൻ്റെ തുടക്കത്തിലെ കഥയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.